അങ്ങനെ ഒരു സങ്കടം ബാക്കിയായി റംബൂട്ടാൻ ഇടാൻ വന്നപ്പോൾ. അയ്യോ പുളിറുമ്പ് കൂടുതൽ പൊതിഞ്ഞു. നമ്മൾ ഈ പറമ്പിൽ എപ്പോഴും വന്ന് പോണത് അവര് പറയാ ഇതൊക്കെ ഭയങ്കര രക്ഷപ്പെട്ടത് ഭാഗ്യാന്ന്. പിന്നെ വലിയതായിരുന്നേ അതിനെ പറ്റിയിട്ടുള്ള ഉമ്മ കൊടുത്ത് എല്ലാവരും ഉമ്മ കൊടുക്ക്. ഓടിയായി എല്ലാവരും വായോ അമ്മയ്ക്ക് ഉമ്മ കൊടുക്ക്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാ വയോട്ടാ. കുളിച്ചോ? നേരത്തെ കുളിക്കണോ? മോനെ കുളിപ്പിച്ചേരാ. ഫ്രീ ആവട്ടെ അമ്മ ഫ്രീ ആവട്ടെ. അപ്പം എൻ്റെ മോനെ കുളിപ്പിച്ചേരാ. ശരി ഓക്കെ. അപ്പം നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റംബൂട്ടാൻ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. എല്ലാ വർഷത്തെ പോലെ തന്നെ കേട്ടോ. നോക്കിയേ, അത് താഴത്തെ ചില്ല തൊട്ട് മുകളിലത്തെ ഏറ്റവും അറ്റത്തെ ചില്ല വരെയും എല്ലാത്തിനും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റിടാനായിട്ട് പറ്റിയില്ല. ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അത് നമുക്ക് കഴിക്കാൻ കിട്ടാത്ത പോലെയായിരുന്നു. ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒക്കെ താഴെ വീണ് നമ്മുടെ അണ്ണാമാരൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അരുണിയാണ് വിളിച്ചിട്ടുള്ളത് നെറ്റിടാനായിട്ട്. ഞാൻ അരുൺ എന്താ പറയുക റംബൂട്ടാൻ്റെ മുകളിൽ ഉണ്ട്, അവൻ കയറിയിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ ഞാൻ കാട്ടി തരാം കേട്ടോ. ഇത് കണ്ട റംബൂട്ടാൻ്റെ ഓരോ സൈഡും ഇതേപോലെ കേട്ടാ. അതായത് ചുറ്റും ഒരു സൈഡ് പോലും റംബൂട്ടാൻ ഇല്ലാത്തില്ല മരത്തിന്. അതേപോലെയാണ് ഉണ്ടായി നോക്കണേ. എല്ലാ വർഷങ്ങളും തന്നെയാണ് ഉണ്ടാവാറ്. അത് കാരണം എനിക്ക് കഴിഞ്ഞ വർഷം റംബൂട്ടാനൊക്കെ പോയപ്പോഴേ ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമുക്കൊന്നും കഴിക്കാൻ കിട്ടാത്ത പോലെ പോയത്. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും ആക്കി എടുക്കണം എന്ന് വെച്ചിട്ടാണ് ഇവരെ വിളിച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ നോക്കിയേ. പിന്നെ ഇവിടെ 4 പേര് നോക്കിയിരിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഒരാൾ റോഡിലേക്ക് പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ഒരാൾ കുളിക്കണോ വേണ്ടേന്ന് ആലോചിച്ച് വീണ്ടും നിൽക്കുന്നുണ്ട് നമ്മുടെ ബോൾട്ടുമോൻ. കുട്ടികൾക്ക് തിന്നാൻ പറ്റുന്ന പാപ്പ എല്ലാവർക്കും കൊടുത്തു നോക്കണേ കേട്ടാ. അതുകൊണ്ടാണ് കേട്ടാ എൻ്റെ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന പാപ്പ തരാം കേട്ടാ. നമുക്കുണ്ടല്ലോ നമ്മുടെ ചുവപ്പ് ചീര അതേപോലെ സുന്ദരി ചീരയൊക്കെ ഉണ്ടായിട്ടേ നല്ല കതിരായി ഒരു ഭാഗം. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് കളയണം. പറിച്ച് കളയല്ല, കുറേ വിത്തൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭാഗത്ത് ഇടണം, തന്നെ മുളച്ചോളൂല്ലോ അവിടെ. അപ്പോൾ അതിന് മുന്നേ ആയിട്ടുണ്ടല്ലോ നമ്മുടെ ഇത് കണ്ട ചോളം, 2 വരി ചോളം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 2 വരി ചോളനും തിന്നുപോയി. അതായത് നമ്മുടെ തത്തയും അണ്ണാനും നമ്മളവർക്ക് തിന്നാൻ കൊടുത്തത് തന്നെയാണ് കേട്ടോ. അവർ തിന്നോട്ടേന്ന് വെച്ചിട്ട്. കാരണം എന്താണെന്ന് പറയുക, നമ്മുടെ മുളക് മിക്കി പൂവരുതെന്ന് വെച്ചിട്ട്. കാരണം മുളകുമ്മ പോകുമ്പോൾ മുളകും കടിയും വാടുക, ഒപ്പം മുളകും കുറേ കടിച്ചിടല്ല അവർ. അപ്പോൾ അതിലേക്കൊരു കുറവ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ നമ്മൾ കൊടുത്തത് അവർക്ക്, ഈ ചോളത്തിന് കേട്ടാ. പിന്നെ ഒരു കുറച്ചും കൂടി ദിവസം നിർത്താം, ഇത്തിരി കൂടി അവർക്ക് കാര്യത്തിനളവ് കിട്ടും ആ രീതിയിൽ. അപ്പോൾ പിന്നെ ഈ ഒരു ഭാഗം ഇനി വൃത്തിയാക്കും വേണം. ചോളത്തിന് അവിടെ നിർത്തണം. ബാക്കിയുള്ള തൊട്ടപ്പുറത്താണ് നമ്മുടെ എന്താ പറയുക ചീരയൊക്കെ നിൽക്കണത്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പിന്നെ നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയൻ ഞൊട്ടാഞ്ഞൊടിയനായിട്ടുണ്ട്. വലിപ്പം കണ്ട. എൻ്റെ ഈ കൈമത്തി കളർ നോക്കണ്ട കേട്ടോ. ഇത് എന്നിട്ടെന്ന് പറയുക തൈമ്പ് വന്നിട്ടേ പൊട്ടിയിട്ടുള്ളതാ, അതിൻ്റെ കളറാണ്. ഉണങ്ങി തുടങ്ങി. പൊട്ടിയ സമയത്ത് നല്ല നീറ്റം വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണങ്ങി തുടങ്ങി. നല്ല രസം തിന്നാൻ. പ്രത്യേകം അതിലാ. നമുക്കിതൊക്കെ വൃത്തിയാക്കാൻ. ഇതാണ് കേട്ടോ നമ്മുടെ ചുവപ്പ് ചീര, അതേപോലെ തന്നെ നമ്മുടെ സുന്ദരി ചീര. അപ്പോൾ കതിരായി തുടങ്ങി. ഇത് ഇനി അരിയാൻ പറ്റാണ്ടായപ്പോൾ തൊട്ട് നമ്മൾ ഇതിൻ്റെ കടക്കിലേക്ക് പുല്ല് വലിക്കൊന്നും ചെയ്തില്ല. കാരണം ഒറ്റടിക്ക് വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കാം നമുക്ക്. പേളിക്കുട്ടിക്ക് വലിക്കണോ ചീര? അവൾക്ക് ഇങ്ങനെ കിടന്ന് നടക്കണം, അത്ര ഇഷ്ടമുള്ളൂ. നമ്മുടെ ചീരക്കടയുടെ വണ്ണം നോക്കിയേ, അതാണ് പ്രത്യേകത. കണ്ടോ? അത് മാത്രമല്ല എത്ര കൊമ്പൻ ജില്ലകളാണ് വന്നു പോണേന്ന് നോക്കിയേ. അരിഞ്ഞരിഞ്ഞാണ് ഇതേപോലെ ചില്ലകൾ വരുന്നത്.
നമ്മളേ കതിരായപ്പോൾ തൊട്ട് പിന്നെ നനയ്ക്കലുമില്ല പുല്ല് വലിക്കലുമില്ല, രണ്ടും ഇല്ലാണ്ടായി. നല്ല ബലം കടക്കി. പക്ഷെ ഇത് ഞാൻ അങ്ങനെ വലിച്ച് കൊടുത്താലോ, ഷായേട്ടനാണെങ്കിൽ വേഗം വന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ പുല്ല് ചെത്തി മണ്ണ് കൊത്തിളക്കിടാനും പറ്റി. വേണ്ട എന്തൊരു ബല. അപ്പൊ നോക്കിയേ, ചൂപ്പുചീരയുടെ ഭാഗം എത്രയോ കഴിഞ്ഞു. ഇനി നിൽക്കുന്നത് നമ്മുടെ സുന്ദരിച്ചീരയാ. സുന്ദരിച്ചീരന് ഇതേപോലെ തന്നെ നമ്മൾ കളയാൻ പോവാട്ടാ. സുന്ദരിച്ചീര ഇവിടെ കളയാലും നമുക്ക് അപ്പുറത്തെ സുന്ദരിച്ചീര ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയില്ലേ ഇതേ അവിടെ നിൽക്കണത്. ഇതിപ്പോൾ നമ്മളേ കൊണ്ടുപോയിട്ട് ഇടുന്നത് നമ്മുടെ മുളകിൻ്റെ കടക്കിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അവിടെ കിടന്ന് ആ വിത്തും തൈകൾ മുളയ്ക്കാറുണ്ട്, അങ്ങനെ കൊണ്ടിടും. ഇപ്പോൾ പിന്നെ നമ്മുടെ കോഴികളുണ്ടല്ലോ, ഈ ചുവപ്പ് ചീരയും സുന്ദരി ചീരയും തിന്നണില്ല കേട്ടോ, പച്ചച്ചീര മാത്രമേ കഴിക്കണുള്ളൂ. നമ്മുടെ ചീരക്കില്ലേ യൂറിയ എന്നാ പറയാ, അത്രയും വളം എന്നാ പറയാ. നമ്മളിതിന് മുന്നേ ഒരു സുന്ദരി ചീരയുടെ കാട് ഇതേപോലെ തന്നെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ മുളകിൻ്റെ കടക്കിലേക്ക് ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇട്ട് വെച്ചിട്ട് നോക്കിയാൽ മുളച്ച തൈകൾ മുളച്ച് പോകണത്. ഇതേ കണ്ട, ഇതൊക്കെ അങ്ങനെ മുളച്ച് വന്ന തൈകളാ. പിന്നെ ഇത് കണ്ട നമ്മുടെ തത്ത നിന്നിട്ടാട്ടെ ഈ കടകൾ ഇങ്ങനെ വാടണത്. ഇപ്പോൾ ബാക്കിയുള്ളവരും കൊണ്ടുവരട്ടെ. ഇവിടെ നോക്കിയണ്ട, ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ടല്ലോ വിത്തുകൾ, അങ്ങനെ വിടുമ്പോൾ തന്നെ മുളയ്ക്കണത് അവര് സുന്ദരി ചീര. പിന്നൊരു കാര്യം, ഈ മുളകല്ല സോറി, ഈ പയർ നടണത് കാട്ടി തന്നു ഞാൻ. വെണ്ണീർ ഇടുന്നത് കാട്ടിത്തന്നു, എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് ഇടുന്നത് കാട്ടിത്തന്നു. ഇപ്പോൾ നോക്കി എത്രയായിട്ടാ. ഇനിയിപ്പോൾ അതേ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ഇവർ തിരിനീട്ടിണ്ടാവും കണ്ടോ. അപ്പോൾ നല്ല വളർച്ച കണ്ടോ, നമ്മൾ ഈ വെണ്ണീരിട്ടിട്ട് ഇങ്ങനെ. പേലിക്കുട്ടിയെ ഇനി നമ്മുടെ സുന്ദരി ചീര കൂടി നമുക്ക് പറിച്ചെടുക്കാം. നമ്മുടെ
ചോപ്പ് ചീര അരിഞ്ഞ അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കടല ചോപ്പ് ചീര ഇപ്പോൾ തന്നെ പറിച്ചപ്പോൾ ഞാൻ കട കാട്ടി തന്നില്ലേ നോക്കി സുന്ദരി ചീരയുടെ കടയുടെ വണ്ണോ സുന്ദരി ചീരയുടെ കടയുടെ സുന്ദരി ചീര നമുക്ക് ഇതേപോലെ കതിര് വന്നു എന്നിട്ട് പോലും നമുക്ക് പറിച്ച് കളയാൻ തോന്നണില്ലേ അത്രയ്ക്ക് ആ കളറിൻ്റെ ഒരു പ്രത്യേക പിങ്കല്ലേ എന്ത് രസമുള്ള പിങ്കാ അയ്യോ നമുക്ക് അത്രയും കൊതി തോന്നും ഈ ഒരു കളറിനോട് സുന്ദരി ചീര വന്നാൽ പിന്നെ പിങ്ക് കളറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുക ഇത് സാമ്പാർ ചീര കേട്ടാ ഇത് നമുക്ക് വേണ്ട ഇഷ്ടം പോലെ ഉണ്ട് അത് കാരണം ഞാൻ ഇതും പറിച്ച് കളയാണ് ഇവരൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഇത് നിർത്തിയാലേ നമ്മൾ ഒരു ഭംഗിയിലായിരിക്കും എന്തെങ്കിലും ഒരു സാധനം നട്ടു പോകാമെന്ന് വിചാരിക്കാം അപ്പം അങ്ങനെ ഇടയിൽ കാണുന്നതൊന്നും നമ്മൾ നിർത്തില്ല കാരണം അവിടെ വേറെ ഉണ്ട് ഇനിയിപ്പോൾ ഇത് കൃഷിയായിട്ട് കൈക്കോട് കൊണ്ട് വേഗം ആക്കാവുന്നുള്ളൂ ഇത് നമ്മൾ അവിടെ കൊണ്ടിരട്ടെ പേളിക്കുട്ടി നടക്കുമ്പോൾ നോക്കി നടന്നോളട്ടാ ഇനി നമ്മുടെ കോഴികൾക്ക് കുറച്ച് ചീരി കൂടി അരിഞ്ഞിട്ട് കൊടുക്കട്ടെ ഇത് നമ്മുടെ കോഴികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പച്ചച്ചീര നിർത്തിയിട്ടില്ല കേട്ടാ 2 ദിവസം കൂടി കൊടുക്കണ്ട അത് കഴിഞ്ഞാൽ ഈ ഭാഗം നമ്മൾ വൃത്തിയാക്കി എടുക്കും അപ്പോഴേക്കും അപ്പുറത്തവർക്ക് വീണ്ടും ഇതേപോലെ ചീര അരിയാനായിട്ട് ഉണ്ടാവും പിന്നെ നമ്മുടെ അവിടുത്തെ പറമ്പിലായാലും ഉണ്ട് അത് കാരണം അവർക്ക് എന്നും നമ്മൾ ചീര കൊടുക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ പറയാറുണ്ട് വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ കോഴികൾക്ക് ഒരു കേടും വരാറില്ല സാധാരണ വേനൽ വന്നു കഴിഞ്ഞാൽ കോഴികൾക്ക് പല കേടുകൾ വരും ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടാ നമ്മുടെ ചിലപ്പോൾ നമ്മൾ പറമ്പിൽ അവർ തിന്നണ എല്ലാ സാധനവും നമ്മൾ കൊടുക്കും ചീരയിലായിക്കോട്ടെ വാഴപ്പിൻ്റെ ആയിക്കോട്ടെ അങ്ങനെ എല്ലാതും അപ്പോൾ ഈ വേനലിൽ പോലും അവർ ഇതൊക്കെ തിന്നണതാണ് നല്ല തണുപ്പായിരിക്കും അവരുടെ ശരീരം അതുകൊണ്ടാവണം കേടൊന്നും വരാറില്ല
അപ്പം ഇത് അവർക്കാണ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളിത് കൊണ്ടുകൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ കാണാം ഇതൊക്കെ ഒരു അലിയിലാണ് നിർത്തിൻ്റെ പോര്. അമ്മയുടെ കുട്ടിപ്പട്ടാളങ്ങൾ അമ്മയ്ക്ക് നടക്കാൻ വഴി തരുമോ കോഴി ബാബയ്ക്ക് ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്? ആരത് കിടക്കണേ? ആരാ കടന്നേ? വാ ഫ്ലൈറ്റിന് മേലെ ഇങ്ങോട്ട് വാ. കോഴിക്കാട്ടാവും കാലം അതുകൊണ്ട് അമ്മ കടത്താത്ത. വാ വാ ഫ്ലൈറ്റിന് വാ, നമുക്ക് പോവാട്ടാ. അവർ തിന്നട്ടെ. വാ 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 പോവാ വാ. കല്യാണി റൊണാൾഡോ കൊണ്ട് ചീത്ത പറയണ നോക്കിയേ. കോഴിക്കൂട്ടിലേക്ക് കയറാൻ നോക്കിയാലാണ് അവള് ചീത്ത പറയണവനെ. എന്തിനാ കല്യാണി കുട്ടി പറഞ്ഞേ? റൊണാൾഡോ മോനെ നിന്നോട് എന്താണ് പറയണേ? എന്താ പറയണ്ട? ഓ അമ്മയ്ക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി. കുറേ നേരമായിട്ടൊരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഉള്ളി മുളകൊക്കെ ഒന്ന് വെയിലത്തിടാന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ ഇപ്പോൾ മഴ പെയ്യാണ്. അപ്പോൾ പിന്നെ വേഗം ഓടി വന്ന് ഞാനത് പടക്കി എന്താ പറയുക അകത്തേക്ക് കയറ്റാനായിട്ട് നോക്കണേ. കണ്ടോ മഴത്തുള്ളികൾ വീഴുന്ന ഓരോ ഭാഗം അത്ര നല്ല കനത്തിലുള്ള തുള്ളികളായിരുന്നു വീടിയിരുന്നത്. എന്തായാലും നല്ലൊരു മഴ കിട്ടുന്നു തോന്നുന്നുണ്ട് നമുക്ക്. നമ്മളേ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. പിന്നെയുണ്ടല്ലോ മഴ പെയ്തില്ല ഏട്ടാ. നമ്മൾ വേഗം മുളകൊക്കെ മഴക്കാറ് ഭയങ്കരമായിട്ട് വന്നു. നല്ല കനത്തിലുള്ള തുള്ളികളൊക്കെ വന്നപ്പോൾ വേഗം മുളകൊക്കെ നീക്കി വെച്ചില്ലേ. മഴ പെയ്തില്ല, പിന്നാലെ വെയിലുദിച്ചു. പിന്നെ ഞാൻ മുളകൊന്നും ഇട്ടില്ല. പിന്നെന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ വിജയിച്ചിക്ക് ചീര വീട്ടിൽ കൊണ്ടുപോകാനാ. ചേച്ചിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കുറച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് പോന്നു. അരി ചീര നമുക്ക് നടന്നരിയില്ലാട്ടാ. ഇവിടെ അരിയുമ്പോഴേക്കും പിന്നെ അവിടെ നിന്ന് അരിയണം. ഇതൊക്കെ തന്നെ പോലത്തെ കടകളാ. ഇനി അപ്പുറത്തുനിന്ന് അരിയട്ടെ. അപ്പോൾ ഇത്രയും പച്ചച്ചീര അരിഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് കുറച്ച് സുന്ദരി ചീര കൂടി അരിഞ്ഞു കൊടുക്കട്ടെ. ചേച്ചിക്ക് ഞാൻ ഒരുപാട് സുന്ദരി ചീര അരിഞ്ഞു കൊടുത്തുട്ടോ. അപ്പോൾ ചേച്ചി പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് സ്മിത, നല്ല ഇഷ്ടമായിന്ന്. അപ്പോൾ തുണൂടെ അരിയാനുണ്ട്, അതുകൂടി അരിയട്ടെ. അപ്പോൾ ഇത്രയും സുന്ദരി ചീര അരിഞ്ഞു. സുന്ദരി ചീരയുടെ ഭംഗി അതാണല്ലോ നമുക്ക് ഏറ്റവും ആസ്വദിക്കേണ്ട ആള്. ഇനി സുന്ദരി ചീര കതിര് വന്നു തുടങ്ങി. എന്നാലും ഇതിൻ്റെ ഇലയും തണ്ടും മൂത്തിട്ടില്ല കേട്ടോ. നമുക്ക് അരിഞ്ഞു വയ്ക്കാം.
ചേച്ചി അത് സുന്ദരി ചേച്ചി മുതിരക്കാതിരി വന്നു തുടങ്ങിയിട്ടുണ്ട് ചേച്ചിയാ. ഞങ്ങൾ പച്ചമുളക് ചേച്ചി ചീരയില് വെറുതെ അരിഞ്ഞിട്ടിട്ട് കഴിച്ചു. നമ്മുടെ റംബുട്ടാൻമേ ഇപ്പോൾ വലയിടുന്നത് ഈ അരുണ്ണാണ് കേട്ടാ. അരുണ്ണാണ് ഇടുന്നത്. മറ്റേ 3 റംബുട്ടാൻമേ ഇട്ടുള്ളത് കഴിഞ്ഞു. ഇത് പിന്നെ വലിയ ഇതായിരുന്നേ അതിനെ പറ്റിയിട്ടുള്ള നെറ്റ് നമുക്ക് കിട്ടിയില്ല. അതെ, റെഡ് വിലയാണ് സാധാരണ കേട്ടാ ഈ റംബുട്ടാനേ. പക്ഷെ അതിപ്പോൾ വരുന്നില്ല റെഡ് വില. അത് ഓർഡർ കൊടുത്തുകഴിഞ്ഞാൽ അവർ ഇതാക്കും. ഇപ്പം നമ്മൾ മാക്സിമം ഒരു 24 സ്ക്വയർ ഫീറ്റാ മാക്സിമം ഉള്ളത് ഹോൾസെയിൽ നിന്ന് വരുന്നത്. അതിനും വലുത് വേണമെങ്കിൽ അവർ ഓർഡർ കൊടുക്കണം. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ തരും. ഇത് 24 നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ആവില്ല. അപ്പോൾ അവിടെ ചെറിയ റംബൂട്ടാൻ ഇട്ടുള്ളത് അതുവരെ മൂടിയിട്ടില്ല, എത്തുന്നില്ല. അപ്പോൾ ഇതിന് പറഞ്ഞ് തയ്ക്കേണ്ടി വരും പിന്നെ ഓർഡർ കൊടുത്തിട്ടേ. പിന്നെ ഇതിൻ്റെ തൊട്ട് മരങ്ങളുള്ള കാരണം മോളിൽ നിന്ന് ഇടാനും ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാ. കാരണം ഇവിടെ മരം അടുപ്പിച്ച് കൊമ്പ് കോർത്തുക, ഇവിടെയും കോർത്തുക. മറ്റോടത്തൊക്കെ സ്ഥലം പിന്നെ ക്രെയിനായപ്പോ പിന്നെ അടുത്ത പോലെ തെങ്ങുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് ഇറക്കാം. ഇത് അതിനൊന്നും പറ്റില്ലേ. മറ്റേതൊക്കെ ഇട്ടുണ്ട്. ഇനിയിപ്പോ മറ്റേ ബെല്ല് ഇങ്ങനെ കാറ്റ് വരുമ്പോ അല്ല അതുമൊക്കെ കിട്ടും. മറ്റേ മണിയില്ലേ കാറ്റ് വരുമ്പോ ഇങ്ങനെ അത് കിട്ടി. അപ്പൊ കിളികളെ സൗണ്ട് കേൾക്കുമ്പോ പോവും. നമുക്ക് ഇപ്രാവശ്യം കൂടി ഇങ്ങനെ നോക്കി നോക്കാം. എല്ലാം എടുത്തിട്ട് നോക്കാം. പറ്റിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഓർഡർ കൊടുക്കാം. ഓർഡർ കൊടുത്തിട്ട് അപ്പൊ അങ്ങനെ വല്ലവർക്കും നെറ്റ് ഇടാനൊക്കെ ഉണ്ടെങ്കിൽ അരുണ്ണ സമീപിക്കാം. അയ്യോ, നെറ്റിട്ട് മാങ്ങ പൊട്ടിക്കുന്ന പോലെ വലയിൽ പൊട്ടിക്കുന്ന പോലെ കയ്യും കാലൊക്കെ കറക്കി. ഇത് ആപ്പിളിന്റെ അരുൺ ശരിക്കും ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഈ മരം മുറിക്കല്, അതായത് മരങ്ങളായാലും മുറിക്കൂട്ടാ. അതുപോലെ തെങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുറിക്കലാണ്. നമ്മൾ പക്ഷേ റംബുട്ടാനെ നെറ്റിടാനായിട്ട് വിളിച്ചപ്പോൾ വന്നതാണ്. അങ്ങനെ റംബുട്ടാൻ്റെ വലയിടാൻ വന്നവർ പോയി. അവർ പറഞ്ഞല്ലോ കാരണം എന്താണെന്നുള്ളത്. ഒന്നാമത് നല്ല ഹൈറ്റ് കൂടി, അതായത് ഒരു 30 അടിയോളം ഹൈറ്റ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സൈഡിലേക്ക് വല വലിക്കാം, അപ്പുറത്തെ സൈഡിലേക്ക് വല വലിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ റൂബി മരം ഉണ്ട്, അതേപോലെ തന്നെ സപ്പോട്ടയുടെ മരമുണ്ട്. ഈ 2 മരത്തിൻ്റെ ഇടയിൽ കൂടെ ഈ നെറ്റ് അടിയിലേക്ക് കോർത്ത് വലിക്കാനും ബുദ്ധിമുട്ട്. പിന്നെ കൊണ്ടുവന്ന നെറ്റാണെങ്കിൽ അത്രയും വലിപ്പമുള്ളത് കിട്ടിയില്ല. അങ്ങനെ ഇട്ടപ്പോൾ ആകെ എന്താ പറയുക, ഭയങ്കര വിഷമം എന്ന് പറയും. ശരിക്കും വിഷമം തോന്നല്ലേ ആലോചിക്കുമ്പോൾ എന്തൊരു വിഷമം തോന്നുന്നതെന്ന് പറയാം ശരിക്കും. കാരണം നമ്മുടെ ഈ റംബുട്ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ റംബുട്ടാൻ പോലെയല്ല. നമുക്കിവിടെ വേറെ 5 റംബുട്ടാനാണ് നമുക്ക് മൊത്തം ഉള്ളത്. അതിൽ ഈ റംബുട്ടാൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു വിരലിൻ്റെ, എൻ്റെ ഈ ഒരു വിരലിൻ്റെ അത്രയും വലിപ്പമുള്ള നല്ല നീളമുള്ളതാണ്. അതിങ്ങനെ അടർത്തിയെടുക്കാം നമുക്ക്. കുരു വേറെ ഇട്ട് പോരും. അത്രയും എന്താ പറയുക, അത്രയും നല്ല റംബുട്ടാനാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് മുന്നേ വീഡിയോയിൽ കാണിച്ചപ്പോൾ അറിയാം നമ്മുടെ റംബുട്ടാൻ അത്ര നമ്മൾ പൊട്ടിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടാണ്ട് പോയി. അപ്പോൾ ഈ വർഷം നേരത്തെ നെറ്റൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ നിരാശയാണ് ഫലം. നിരാശ എന്ന് പറഞ്ഞാൽ എത്ര വിഷമം, നല്ല വിഷമമുണ്ട്. കാരണം എന്തോരം റംബുട്ടാനോ നോക്കിയേ. അപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ ഈ റംബുട്ടാനും ഇടാൻ പറ്റിയില്ല. ബാക്കി ഉള്ള റംബുട്ടാനും മിക്കവർ വലയിട്ട് തന്നു വിട്ടാൽ ഇല്ല. ബാക്കി അവ ഇട്ട് തന്നിട്ടുണ്ട് കുറച്ച്. ബാക്കിയുള്ള റംബുട്ടാനൊക്കെ ഇട്ടാൽ ഈ വട്ടം റംബുട്ടാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, നമ്മുടെ റംബുട്ടാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സരിച്ചിട്ടാണ് പൂത്ത് നോക്കണേ. അതായത് ഈ ഒരു റംബുട്ടാൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തയ്യ. ഇത് നമ്മുടെ പീനട്ട്, ഈ പീനട്ടിൻ്റെ തൊട്ട് നിൽക്കണ ഒരു റംബുട്ടാനാണിത്. കുഞ്ഞു തയ്യ. അതുമ്പോൾ വരെ നോക്കി പൂത്തിട്ട് നിറച്ച് കായ ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ തയ്യ റംബുട്ടാൻ തൊട്ട് നമ്മുടെ ഏറ്റവും വലിയ റംബുട്ടാൻ വരെ മത്സരിച്ച് ഈ വട്ടം പൂത്ത് കായായിട്ടുണ്ട്. ഈ റംബുട്ടാൻ അതാ കെട്ടി തന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതിലേക്ക് കായ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ മഞ്ഞ റംബുട്ടാനും ഉണ്ട് കേട്ടാ. അതൊക്കെ അവിടെ അതൊക്കെ ഇങ്ങനെ ഇട്ട് തന്ന് പോയി. അങ്ങനെ അവിടെ നിന്ന് ഞാൻ സംസാരിക്കട്ടെടാ. അപ്പോൾ ാണ് ഫുള്ള് നമ്മൾ റംബുട്ടാൻ വെച്ച് കൊടുത്തോണേ. അപ്പോൾ അതെല്ലാം അത് ഇടാൻ പറ്റി. ലാസ്റ്റ് ഇവിടെ വരെ ഉള്ളത് ഇടാൻ പറ്റി. ആ വലിയ റംബുട്ടാൻ മാത്രം ഇടാൻ പറ്റിയില്ല. നമുക്കാണെങ്കിൽ എല്ലാ വർഷവും റംബുട്ടാൻ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാവും. നന്നായിട്ട് കായ പിടിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലുതിടാൻ പറ്റാത്തതിൻ്റെ വിഷമം ആലോചിച്ച് കഴിഞ്ഞാൽ, കാരണം അരുൺ വലയിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര സന്തോഷമായിരുന്നു.
ഓ ഈ പ്രാവശ്യമെങ്കിലും നമ്മുടെ റംബൂട്ടാൻ പോവാണ്ട് കിട്ടുമല്ലോ എന്ന്. ഫസ്റ്റത്തെ കൊല്ലല്ലേ ഇത് നമ്മൾ നട്ട് ഫസ്റ്റ് കൊല്ലം ഒരു ചെറിയ അത് ഇത്രയ്ക്കൊന്നും ഇല്ല ഒരു ചെറിയ ചെടിയായിരുന്നു. ആ ചെടി അന്നേ പൂത്തു. അപ്പോൾ അത് ആ വലുപ്പത്തിനനുസരിച്ച് ഫുൾ പൂത്ത് കായുണ്ട്, വലുതാവുന്നതിനനുസരിച്ച് അതേപോലെ പൂത്ത് കായുണ്ട്. അങ്ങനെ അതാണ് ആ റംബൂട്ടാൻ്റെ പ്രത്യേകത. ഈ റംബൂട്ടാനുകൾ അങ്ങനെ തന്നെയാട്ടാ, വലുതാവുന്നതിനനുസരിച്ച് നിറച്ച് പൂക്കും, നിറച്ച് കായാവും. അപ്പോൾ ഒരെണ്ണം ഇടാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഭയങ്കര വിഷമമാണ്. ഞാനൊക്കെ അവൻ ഇടാൻ പറ്റാന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പോയി, അയ്യോ എന്ന് ആലോചിച്ചിട്ട്. കാരണം നമ്മൾ അത്രയും സന്തോഷിച്ച് വലയിട്ട് തരാന്ന് പറഞ്ഞപ്പോഴേ അപ്പം അങ്ങനെ ഒരു സങ്കടം ബാക്കിയായി റംബൂട്ടാൻ ഇടാൻ വന്നപ്പോൾ. ഇനിയിപ്പം എന്നിട്ട് ആ തെങ്ങ് ഇനിയിപ്പോൾ അവിടുത്തെ തെങ്ങ് മുറിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം. നമുക്ക് 2 തെങ്ങായിട്ടാണ് നമുക്ക് മുറിക്കാനുണ്ടായിരുന്നത്. ഒന്നാമത് ആ തെങ്ങിൻ്റെയൊക്കെ ഒരുവിധം കാലാവധി കഴിഞ്ഞു, അതുകൊണ്ടാണ്. അപ്പോളേ അവര് തെങ്ങ് മുറിച്ച് പോയിട്ടാ. അപ്പം ഞാനേ ഇന്ന് ഈ പ്രാവശ്യം ഇന്നത്തെ ദിവസം ഈ പറമ്പിലേക്ക് വന്നതിന് കണക്കില്ല എത്ര പ്രാവശ്യം വന്നോടെന്ന് അറിയോ. അപ്പോൾ കുറച്ച് മാങ്ങ നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു കൊട്ട മായും കൂടി പൊട്ടിക്കിടന്ന് വെച്ചിട്ട് ഒരു കൊട്ട എടുത്ത് പോന്നു. പൂമ്പഴിക്ക് കുറച്ച് നാളികേരുണ്ട്, അതും കുറച്ച് പറക്കിയിടണം. അപ്പോൾ തെങ്ങ് മുറിച്ച് അവർ ഇട്ടിട്ടുള്ളത് ഇതേപോലെ ഏട്ടാ. ഈ തെങ്ങില്ലേ ആകെ പൂതിലിച്ച് പൊത്തും പോതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കയറി മുറിക്കാൻ തന്നെ റിസ്ക് എടുത്തിട്ടുള്ള മുറിച്ച പോലെയായിരുന്നു. അത് മാത്രമല്ല തെങ്ങിൻ്റെ ഉള്ളിൽ നിറച്ച് തേനീച്ചുകൂടാ. തെങ്ങ് മുറിച്ചിട്ടപ്പോഴേ അവർക്ക് ആകെപ്പെടെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് തേനീച്ചുകൂടെ ഇളകി. ഇപ്പോഴും തേയില് കാണാട്ടാ തേനീച്ച പൊക്കും കൂടി ഒരു ഓട്ടയിലിരിക്കുക. ഇത് നോക്കിയേ, കണ്ടോ നന്നായിട്ട് കണ്ട അത്ര തേനീച്ചയോ പറക്കണ്ടവരെ. ഞാൻ പൂവ് അവിടെ നിന്ന് നിൽക്കണില്ല. പിന്നെ മുറിച്ചത് ഈ ഒരു തെങ്ങ് കേട്ടാ. ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. 2 കഷ്ണം അപ്പുറത്തേക്ക് എടുക്കണേ, തലഭാഗത്തായിരുന്നു അതിന് പൊത്തായിരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറമ്പിൽ എപ്പോഴും വന്ന് പോകണത് അവർ പറയാ ഇതൊക്കെ ഭയങ്കര രക്ഷപ്പെട്ടത് ഭാഗ്യമാണ്. കാരണം ആ തെങ്ങൊക്കെ അതേപോലെ നിന്നിരുന്നേന് അത്രേ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ പൊട്ടിക്കട്ടെ. മാങ്ങേ ഇതാ ഒരുവിധം താഴത്തുള്ള മാങ്ങയായിട്ട് ഇന്ന് ഞാൻ പൊട്ടിക്കണേ. കണ്ട നല്ല മൂത്ത് നിൽക്കണ നല്ല മാങ്ങകൾ. അപ്പോൾ ഓരോ വട്ടം മാങ്ങ പൊട്ടിക്കും, നമ്മളത് അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കും. ഇന്നിപ്പോൾ ഞാൻ പൊട്ടിക്കുന്നത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള കുറച്ച് മാങ്ങ. തോട്ടിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ എന്താ ഒരു കൊട്ട മാങ്ങ പൊട്ടിച്ചു. ഇനി പൊട്ടിക്കണില്ല കേട്ടോ. ഇപ്പം എന്നും അതിന് മാങ്ങ പൊട്ടിക്കുന്നുണ്ട്. പൊട്ടിക്കാതെ ഒറ്റ ദിവസമില്ല. അത് കാരണം തോട്ടി ഇവിടെ തന്നെ വെക്കുക. ഇനി എന്നിട്ടാണെങ്കിൽ നമ്മുടെ അർബാനയിലേ കുറച്ച് നാളേലും പറക്കിയിട്ട് മായം കൊണ്ട് പോവാം നമുക്ക്. പെളിക്കുട്ടി നിൽക്ക്, പെളിക്കുട്ടി ഇവിടെ നാളെ പറക്കിയിട്ടിട്ട് പോവാട്ടെ. എൻ്റെ മോൾക്ക് നല്ല ക്ഷീണുണ്ട്, ചൂടല്ല. എൻ്റെ ആ വീട്ടിലിരുന്നോളാൻ പറഞ്ഞ അവൾ ഇരിക്കൂലേ, പിന്നാലെ വരും. നാളികേരം നമ്മുടെ നാളികേരം പറക്കിടേൻ്റെ ഒപ്പം നോക്കി നമ്മുടെ ചാമ്പക്കായ ഇപ്പം എന്നും പൊട്ടിക്കാണ്ടിട്ടാ. ചാമ്പക്കായ അതുപോലെ കുക്കമ്പറും ഒക്കെ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ നട്ടാ കാരണേ ഇപ്പം എവിടെയും പൊട്ടിക്കാറായത്. പുതിയൊരു തയ്യ കണ്ടോ എത്രയും വലുതായി. അപ്പം അത് പൊട്ടിക്കണം. അപ്പം ആദ്യം നമുക്ക് നമ്മുടെ എന്താ പറയുക നാലെല്ലാം പറക്കിയെടുത്തേ.
നമ്മൾ കുക്കർ പൊട്ടിക്കാം. എന്ത് ഭംഗിയാ നോക്കിയേ. നമ്മുടെ കയ്പക്കായ പൊട്ടിക്കട്ടെ. അല്ല കയ്പക്കായുടെ കവറുണ്ട്. അപ്പോൾ കവറിൽ നമുക്ക് ഇത്തിരി ചാമ്പക്കായും പൊട്ടിച്ചിടാം. നോക്കിയേ, അടിയിലൊക്കെ ഉണ്ട് കേട്ടോ, താഴെയൊക്കെ ഉണ്ട്. നമ്മുടെ ചാമ്പക്കായയുടെ റെഡിക്ക് വേണ കളറ്. ഇതാണ് ചാമ്പക്കായുടെ റെഡിക്കുള്ള കളർ. കണ്ട ഈ ഒരു കളർ വരുമ്പോൾ നല്ല ടേസ്റ്റാ. കൊല്ലയിട്ടുണ്ടാവുക. കണ്ട ഉണ്ടോ എന്ത് ഭംഗിയാ. ഇതൊക്കെ ഇനിയിപ്പോൾ അടുത്ത ദിവസമാകുമ്പോഴേക്കും പൊട്ടിക്കാറാവുള്ളൂ കേട്ടാ. ഇത് പൊട്ടിക്കണില്ല, പൊട്ടിക്കാറായത് മാത്രമേ പൊട്ടിക്കണുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഒരു കൊലയും കൂടി ഉണ്ട്, അത് പൊട്ടിക്കാം. അതൊക്കെ ആയിട്ടുണ്ട്. അയ്യോ, പുളിയുറുമ്പ് കൂടുതൽ പൊതിഞ്ഞു. ഓ, അതാണ് ഒരു കുഴപ്പമുള്ളത്. കണ്ടില്ലേ ഞാൻ പുളിയുറുമ്പ് കൂടെ നിൽക്കണത്. നീ കണ്ടോ, പുളിയുറുമ്പ് കൂട്ടിളകി. ഇനി ഇന്ന് പൊട്ടിക്കണില്ല കേട്ടോ, ഇനി ബാക്കിയുള്ളത് നാളെ പൊട്ടിക്കാം. നാളേക്ക് പൊട്ടിക്കാറായത് നിർത്തിയിട്ടുണ്ട്. കണ്ടോ പുളിയുറുമ്പ് കൂടെ എന്ത് മാതിരിയാ. തേനീച്ച കൂടും പുളിയുറുമ്പ് കൂടും എല്ലാവരും ഉണ്ട് ഇവിടെ. മേലിക്ക് നോക്കി പെട്ടെന്ന് കയറി. മാങ്ങയെ വിചാരിച്ച പോലെയല്ല, നല്ല വെയിറ്റാ. നമ്മൾ തോട്ടുകൊണ്ട് വലിക്കുമ്പോൾ തന്നെ അറിയാം. ഒരു 5-6 മാങ്ങ ആകുമ്പോഴേക്കന്നെ എന്താ പറയാ, ബാലൻസ് പോണ പോലെ. ഇനി നമ്മൾ വീട്ടിൽ പോവാട്ടാ. പേളിക്കുട്ടി വായ വീട്ടിൽ പോയിട്ട് ഓടി വന്നു. അപ്പോൾ വീണ്ടും നമ്മളെ കാണണ്ടേ. ഇപ്പൊ വാ നോക്കിയൊക്കെ അതൊക്കെയാണേ വരണ്ടത് പറഞ്ഞല്ലേ പേളിക്കുട്ടിയെ. വാ അവൾക്ക് വരണം. വായ പോവാ. നമ്മളേ ചീരത്തണ്ട് നോക്കി ഇട്ട് കൊടുത്ത് പോയിട്ട് നോക്കിയേ, കണ്ടോ ഇതേപോലെ ആക്കുക അവര്. ഇതിപ്പോൾ ഞാൻ ചീര നമുക്ക് കുറേ ഉള്ള കാരണമായിട്ടാ. അല്ലെങ്കിൽ എന്നിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീരത്തണ്ടൊക്കെ നമ്മൾ ചെറുതാക്കി നുറുക്കിയിട്ട് കൊടുക്കും. ഇത് അയച്ച് കളഞ്ഞില്ലെങ്കിലേ അയച്ച് എന്താ പറയുക, പിന്നെ നമുക്കത് ഇരട്ടി പണിയാ അടിച്ചു വരി എടുക്കരുത്. എപ്പോഴും ഉണ്ട് അടിച്ചു വരാനായിട്ട്. പട്ടാലോ അമ്മയുടെ കുട്ടി പട്ടാലോ കടത്ത് വാ, നമുക്ക് ബൈ പറയണ്ടേ. കണ്ടോ ഇതേപോലെ തിന്ന് കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ദിവസം അടുത്തടിയായിട്ട് വീണ്ടും കാണാം കേട്ടാ. വായ നമ്മുടെ കുട്ടികൾ വായ വാ, നമുക്ക് അവിടെ ഇരിക്കാം കുറച്ച് നേരം. വാ നടക്കട പൊന്നെ. ആ നടക്ക്. തമ്മിക്ക്
ഇനി നമ്മുടെ റംബൂട്ടാൻ വളാവട്ടെ അല്ലേ പിന്നെ അതൊട്ടിലുള്ള ചക്കര കൂട്ടം മതി. ഓ പൊത്തി പിടിച്ച് എല്ലാവരും കയറി. ആ പട്ടാളം എന്തേ അമ്മ വന്നിട്ട് എന്താ കുട്ടി പട്ടാളോ ഇതിഞ്ഞ അതൊന്നല്ലേ ഇപ്പൊ ഈ ഓരോ ചീരത്തണ്ട് കൊണ്ടിട്ട് നടക്കും ഇങ്ങനെ അങ്ങോട്ട് വലിച്ച് കണ്ടില്ലേ. പേലിക്കുട്ടിയെ ഇതാ വരുന്നു പേലിക്കുട്ടിയെ അടുത്തേക്കിട്ടാ. അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വന്നേ നമ്മുടെ കുട്ടികള്. അതേ അമ്മ വന്നിരിക്കണേ. അമ്മ വന്നിരിച്ചിന് ശുണ്ടിരി പെണ്ണി ശുണ്ടിരി പെണ്ണി ശുന്തിരി പെണ്ണി. ആ അതി മക്കളെത്തി. ഉമ്മ കൊടുത്ത് എല്ലാവരും ഉമ്മ കൊടുക്ക്. ഓടിയായി എല്ലാവരും അയ്യോ അത് അമ്മയ്ക്ക് ഉമ്മ കൊടുക്ക്. ഉമ്മയ്ക്ക് ഉമ്മ കൊടുക്കട്ടാ. ചെല്ല് പ്ലാറ്റും പണി ചെന്നോ ചെല്ല് ഉമ്മ കൊടുക്ക്. അമ്മയ്ക്ക് ഉമ്മ കൊടുക്ക്.